സുദർശനമൂർത്തിയുടെ വിഗ്രഹത്തിന് പിന്നിലായി കിഴക്ക് ദർശനത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കാതെ തടസ്സം നേരിടുകയും പെട്ടെന്ന് 2 ബ്രാഹ്മണർ ശ്രീകോവിലിനുള്ളിൽ വന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്നും ഐതിഹ്യം. ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്നത് ദുർവാസാവും വ്യാസനുമായിരുന്നു എന്നും കഥ. ഇന്നും ദുർവാസാവിൻ്റെയും വ്യാസന്റെയും സങ്കല്പത്തിൽ ക്ഷേത്രത്തിൽ കൽപ്രതിഷ്ഠകൾ ഉണ്ടെന്ന് തന്നെയല്ല, എല്ലാ ദിവസവും രാത്രിയിൽ നടയടച്ചു കഴിഞ്ഞാൽ മഹർഷി ദുർവാസാവും സപ്തർഷികളോടൊപ്പം ഭഗവാനെ പൂജിക്കാൻ എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പൂജാ സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിട്ടാണ് പൂജാരിമാർ എല്ലാ ദിവസവും നടയടയ്ക്കുന്നത്. ചുരുക്കത്തിൽ നാം ഇന്ന് കാണുന്ന തേജോമയമായ ശ്രീവല്ലഭ വിഗ്രഹം യുഗയുഗാന്തരങ്ങളായി ബ്രഹ്മാവ്, സാഗരൻ, ലക്ഷ്മീദേവി, ശ്രീകൃഷ്ണൻ, സാത്യകി, വ്യാസൻ, ഗരുഡൻ, പിന്നെ ദുർവാസാവ്, ഈ ധന്യാത്മാക്കളും അവതാര അംശങ്ങളും തൊട്ടുവണങ്ങിയ പുണ്യമായ വിഗ്രഹമാണെന്ന് സാരം.